ചെറുപ്പത്തിലെ വളർത്തി ഇതിനെ ഭയങ്കര ഇഷ്ടമായിപ്പോയി. അങ്ങനെ ഇഷ്ടമായതാണ്. അത് ഒറ്റയ്ക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഇച്ചിരി പാടാണ് അങ്ങനെയൊക്കെ കൊടുക്കും. അത് പയ്യെ കൊടുക്കാൻ നമ്മൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആരെയും കണ്ണ് നനയിപ്പിക്കുന്ന വളരെ വിഷകരമായൊരു വീഡിയോ ആയിരുന്നു ഇന്നലെ. എല്ലാവരും ഈ സംഭവമാണ് ചർച്ച ചെയ്തത്. എനിക്കിത് കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നുപോയി. വളരെ വിഷമമായിപ്പോയി. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ട് എന്നുള്ളത് വളരെയധികം അതിശയിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിലും ഇതറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്രായത്തിലെ ഈ ഒരു സംഭവം അറിയാം. ചീനി ഇല തിന്നാലും അതുപോലെ തന്നെ ചീനിയുടെ വെള്ളം, ചീനി ഊറ്റിയ വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ സംഭവം സംഭവിക്കും. ഇവിടെ വില്ലനായത് മറ്റൊന്നുമല്ല, ഈ സയനൈഡ് തന്നെയാണ്. സയനൈഡിൻ്റെ ചെറിയ അംശം, സയനൈഡിൻ്റെ വളരെ നേരിയ അംശമാണ് ഈ ചീനിയിലുള്ളത്. ചീനിയിൽ മാത്രമല്ല, ഓറഞ്ചിലും അതുപോലെ തന്നെ പല ഫ്രൂട്ട്സുകളിലും നമ്മുടെ ഉള്ളിയുടെ തൊലി കളയുമ്പോഴത്തേനും അതിൻ്റെ അത് കറുത്ത ഒരു സംഭവം ഉണ്ടാകും. അത്തരം കാര്യങ്ങളിലെല്ലാം നേരിയ തോതിൽ ഈ വിഷാംശ സയനൈഡ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സോ അത്തരം ഒരു സംഭവം ഒരു പശുവിനെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമല്ല. ഒരു ആരോഗ്യമുള്ളൊരു പശുവിന് 100-200 കിലോ ഉള്ളൊരു പശുവിനെ സംബന്ധിച്ച് ഇത് വിഷയമുള്ള കേസല്ല. പക്ഷേ ചില മേഖലകളിൽ കാണുന്ന ചില പ്രത്യേകതരം ചീനിയിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടും, ഈ സയനൈഡിൻ്റെ അംശം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു അത്യാഹിതം സംഭവിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയാൻ മേലാതായിപ്പോയി എന്നുള്ളത് വളരെയധികം ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം 13 പശുക്കളെ അല്ലെങ്കിൽ 15 പശുക്കളെ നോക്കി പരിപാലിക്കുന്ന അവാർഡ് തന്നെ ഗവൺമെൻറ് കൊടുത്ത് ആദരിച്ച കുട്ടികളെ എന്തുകൊണ്ട് ക്ഷീര സംരക്ഷകർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ഒരു അവയർനെസ് കൊടുത്തൊരു ക്ലാസ് കൊടുത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. സ്വാഭാവികമായിട്ടും ആരും ചിന്തിച്ചു പോകുന്ന കാര്യം തന്നെയാണ്. സോ ആ ഒരു അവയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. എനിവേ പൈസ അവർക്ക് ധാരാളം കിട്ടി. എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് നഷ്ടപ്പെട്ടതിന് പകരം ആവത്തില്ല. അത് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും. എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു പൂച്ചക്കുട്ടിയെ പട്ടി കടിച്ചു കൊല്ലുന്ന ദയനീയമായ കാഴ്ച കണ്ടിട്ട് എനിക്കൊന്ന് 2 ആഴ്ച നല്ലപോലെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പറ്റിയിട്ടില്ല. അത്രത്തോളം വിഷമമായിരുന്നു. ഈ കഴുത്തിൽ മണിയൊക്കെ കെട്ടി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത പൂച്ചയെ പട്ടി കടിച്ചു കൊന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, പ്രത്യേകിച്ച് ഈ കൊച്ചു കുട്ടികളുടെ മാനസികാവസ്ഥ. അതായത് 13 പശുക്കൾ സ്വന്തം അച്ഛൻ്റെ മരണശേഷം സ്ട്രോക്ക് വന്ന് അകാലത്തിൽ അച്ഛൻ മരിക്കുന്നു. അതിനുശേഷം എല്ലാ ചുമതലകളും ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടികളും കാണിക്കാത്ത ഒരു ആർജവം കാണിച്ച് മുന്നോട്ട് വരുന്ന ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവിടെ ഏറ്റവും അധികം ഇവർക്ക് സപ്പോർട്ടായിട്ട് എത്തിയത് മനോരമ ന്യൂസാണ്. മനോരമ ന്യൂസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. കാരണം മനോരമ ന്യൂസ് കാണിച്ചൊരു നന്മയാണ് ഈ കുട്ടികളുടെ ഇത്തരം ഒരു റീച്ച് ഉണ്ടാവാനും. ഇതുപോലെ യൂസഫ് അലിയെ ഉൾപ്പെടെയുള്ള ആൾക്കാർ 5 പശുക്കളെ മേടിക്കാനുള്ള 5 ലക്ഷം രൂപ, അതുപോലെ തന്നെ മമ്മൂട്ടി 1 ലക്ഷം രൂപ, പൃഥ്വിരാജ് 2 ലക്ഷം രൂപ, മോഹൻലാലിൻ്റെ കാര്യം അറിയാൻ വയ്യ. മോഹൻലാൽ അറിഞ്ഞൊന്നും എനിക്കറിയില്ല. അതേ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞു കണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഒരു 100 പശുക്കളെ മേടിക്കാനുള്ള പൈസ ഈ കുട്ടികൾക്ക് കിട്ടുമെന്ന് തന്നെയാണ്. ഒരു വലിയ വ്യവസായം തന്നെ ഉണ്ടാക്കാനുള്ള എല്ലാ സോഴ്സുകളും ഇവർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് ഈ പറഞ്ഞ സെലിബ്രിറ്റികളാണെങ്കിലും നമ്മുടെ സാമൂഹിക പ്രവർത്തകരാണെങ്കിലും അവരുടെ ജീവിതം കൊണ്ടൊരു അർത്ഥം ഉണ്ടാകുന്നു. കുഷ്ഠരോഗിയുടെ ഈ വെണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നതാണ്. ഇവരുടെയൊക്കെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിലാണ്. അത് കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് ചെയ്ത ആദ്യത്തെ ഒരു സംഭവമാണെന്ന് തോന്നിയത്. വളരെയധികം സന്തോഷകരമായ കാര്യം. തുടർന്ന് സഹായം ഉണ്ടാക്കാം. മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞു കണ്ടില്ല. അതുപോലെ തന്നെ റോഡ് കുഴിക്കാൻ ഇറങ്ങുന്ന ജയസൂര്യയുടെ ഒന്നും അനക്കം പോലും കാണുന്നില്ല. പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല. എനിവേ എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുകയും ഇവരെ ഹെൽപ്പ് ചെയ്യുകയും വേണം. കാരണം മറ്റു കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിനും ഒരു വലിയ മാതൃകയാണ് ഈ കുട്ടികൾ. അതുപോലെ തന്നെ ഇവരുടെ ഒരു അജ്ഞത അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു അജ്ഞത മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു വലിയൊരു കടമ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചീനിയുടെ വെള്ളം പോലും സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ചീനി ഊറ്റിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന ഉള്ളിയുടെ ആണെങ്കിലും കറുത്ത ഫംഗസ് കലർന്ന സംഭവം കഴിക്കാൻ പാടില്ല, വളരെ മോശമാണെന്നാണ് ഞാൻ കേട്ടുള്ളത്. അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ സയനൈഡ് പോലുള്ള സംഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ഈ പറഞ്ഞ എന്താ പറയുക വെജിറ്റബിൾസിൻ്റെ ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഈ സയനൈഡ്. അങ്ങനെ സയനൈഡിൻ്റെ അംശമുള്ള ധാരാളം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അവയർനെസ് കുട്ടികൾക്ക് ഇല്ലാതെ പോയതാണ് ഇവിടെ ഏറ്റവും വലിയ വില്ലനായത്. എനിവേ വളരെയധികം സന്തോഷകരമായ അന്തരീക്ഷം ആ കുടുംബത്തിനും ആ കുട്ടികളുടെ മനസ്സിനും ഉണ്ടായത് വളരെയധികം എന്താ പറയുക ഈറനണിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ജയറാമിനെ പോലുള്ള ഹൃദയമുള്ള നല്ല മനുഷ്യന്മാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഒരു പ്രൊഫഷൻ, അതായത് കന്നുകാലികളെ നോക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അധികം ഉള്ളിൽ തട്ടാനുള്ള കാരണം. എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.